നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. TJ ഷൗമയിൽ 5 സ്റ്റാർ ഹോട്ടലും വിശ്വാസികൾക്ക് വൈറലാക്കവും. പ്രിയ സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അസംബ്ലി സഹോദരന്റെ ജനറൽ കൺവെൻഷൻ നടന്ന സമയത്ത് വിശ്വാസികൾക്ക് വയറിളക്കമുണ്ടായി, തൂറ്റലുണ്ടായി എന്നുള്ള കാര്യം. ജീവൻ നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഈ സംഘാടകർ കണക്ക് പോകേണ്ടി വരുമായിരുന്നു. വിശ്വാസികളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നടന്ന സംഭാഷണമാണ് കേൾപ്പിക്കുന്നത്. കേൾക്കുക. അവർ പറഞ്ഞിങ്ങനെയാണ്, അവരുടെ അഭിപ്രായമാണ്. പറന്തൽ കൺവെൻഷൻ ഗ്രൗണ്ടിൽ നിന്നും ഭക്ഷണം കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായതിന് ഒന്നാമത്തെ കാരണം അവിടുത്തെ കിണറ്റിലെ വെള്ളമാണ്. കിണറ്റിലെ വെള്ളം വറ്റിക്ക് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിനകം വൃത്തിയാക്കുക ചെയ്തിട്ടില്ല. വെള്ളം കോരി കളയാൻ വന്നവർ പറഞ്ഞു അതിനകം മുഴുവനും കരിയിലെയും റബ്ബറിന്റെ പൂവും മറ്റഴുക്കുകളും എല്ലാം കൂടി അഴുകി കിടക്കുന്നുവെന്ന്. അപ്പോൾ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞത് അതിനകം ക്ലീൻ ചെയ്യേണ്ട വെള്ളം വറ്റിക്കുക മാത്രം ചെയ്താൽ മതി എന്നാണ്. അതുകൊണ്ട് വെള്ളം കോരി കളയാൻ വന്നവർ വെള്ളം കോരി കളഞ്ഞിട്ട് പോയി. രണ്ടാമത് ആ കിണറ്റിനോട് ചേർന്നാണ് ബാത്റൂമുകൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിന്റെ കുഴിയും കിണറിനോട് ചേർന്നാണ്. ഇതൊന്നും ഇവിടത്തെ ജനങ്ങൾക്ക് അറിയത്തുമില്ല. അറിഞ്ഞാലോ അറിഞ്ഞവർ ആരും അനങ്ങുകയുമില്ല. അവരെല്ലാവരും സമൂഹത്തിന്റെ പ്രശ്നമുണ്ടാക്കാതെ മാന്യന്മാരായ ആളുകളാകുവാൻ ആഗ്രഹിക്കുന്നവരാണ്. അനീതിയോ തെറ്റോ കണ്ടാൽ അതിനെതിരെ പ്രതികരിച്ചാൽ പ്രതികരിക്കുന്നവർ ഒന്നുകിൽ വഴക്കാളി അല്ലെങ്കിൽ ഗുണ്ട. ഈ വിധ ചിന്തകളും മനോഭാവങ്ങളുമാണ് ഒട്ടുമിക്ക വിശ്വാസികളിലും ഉള്ളത്. ഇതൊക്കെ ആരോട് പറയാൻ? ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം തമ്പ്രാക്കന്മാർ വൈറ്റ് ബോർഡിലേക്കോ 5 സ്റ്റാർ ഹോട്ടലിലേക്കോ പോയി കഴിച്ചു. എന്നാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് അവർ ഉണ്ടാക്കി. എന്താണ്? വയറിളക്കം കൊടുത്തു. ഇതൊന്നും എഴുതിയിട്ടൊരു കാര്യമില്ല എന്നാണ് ഒരാൾ അഭിപ്രായപ്പെടുന്നത്. അസംബ്ലി കോഡിന്റെ വിശ്വാസികൾ ഞായറാഴ്ച രാവിലെ പറന്തലിൽ ആരാധനയ്ക്ക് വന്ന ശേഷം അവിടെ കൊടുത്ത ഭക്ഷണം കഴിച്ച വിശ്വാസികൾക്കാണ് ഭക്ഷ്യ വിഷബാധ ഏറ്റത്. അതേ വിശ്വാസികളും പാസ്റ്റർമാരുമാണ് ഈ ഗ്രൂപ്പിൽ അവർക്കുണ്ടായ അനുഭവം പങ്കുവച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കുവാൻ സാമാന്യ ബുദ്ധി ഇല്ലാഞ്ഞിട്ടല്ല എന്നറിയാം. പറന്തലിലെ ഭക്ഷണം കഴിച്ചത് കൊണ്ടാണോ, ഉറപ്പുണ്ടോ എന്ന ചോദ്യം ചിലർ ചോദിക്കുന്നുണ്ട്. അവരോട് പറയാനുള്ളത് രാഷ്ട്രീയ വിഷബാധയാണ്. കാരണം പറന്തലിലെ ഭക്ഷണം കൊണ്ടല്ല ഇത് സംഭവിച്ചതെന്ന് പറയുന്ന ആൾക്കാർക്ക് രാഷ്ട്രീയ വിഷബാധ ഏറ്റെടുക്കുകയാണ്. ഭക്ഷ്യ വിഷബാധയല്ല, രാഷ്ട്രീയ വിഷബാധ. മാത്രമല്ല, രാഷ്ട്രീയ വിഷബാധ ഇല്ലെങ്കിൽ ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാകും പറന്തലിൽ കൊടുത്ത ആഹാരമല്ലാതെ ഞായറാഴ്ച രാവിലെ അസംബ്ലി കോഡിന്റെ വിശ്വാസികൾ ആരും ശബരിമലയിൽ പോയി അരവണയോ ഉണ്ണിയപ്പോ കഴിച്ചിട്ട് ഭക്ഷ്യവിഷബാധ ഉണ്ടാതായി ആർക്കും അറിയില്ല. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പാസ്റ്റർമാരെ നിങ്ങൾ സുഖത്തോടെ ഇരുന്ന് വിശ്വാസികളെ വിളിച്ചോണ്ട് വന്ന് രോഗികളായി പറഞ്ഞു വിട്ടു. പറമ്പിലുണ്ടായ ഭക്ഷ്യവിഷബാധയുടെ പ്രധാന കാരണക്കാർ ഇപ്പോഴുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. കുടിവെള്ളത്തിലും മറ്റു ആവശ്യത്തിനും ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണറ്റിലെ അടുത്തായി ബാത്റൂം കോംപ്ലക്സ് പണിയുകയും അതോടൊപ്പം സെപ്റ്റി ടാങ്ക് നിർമ്മിച്ചാണ് ഇത്രയും വലിയ ബുദ്ധിമുട്ട് അവിടെ വന്നുകൂടിയത്. ജനത്തിന് അനുഭവിക്കേണ്ടി വന്നത്. ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇതുവരെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒരു പത്രക്കുറിപ്പ് പോലും ഇറക്കിയിട്ടില്ല. പക്ഷേ ഈ വീഡിയോ ചെയ്തതിനു മുമ്പ് അവർ പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അവിടുത്തെ വെള്ളം ഉപയോഗിച്ച് തന്നെയാണ് CS സ്റ്റാളിൽ ആദ്യ ദിവസങ്ങളിൽ ഡ്രിങ്ക്സ് തയ്യാറാക്കിയത്. CS സ്റ്റാളുകളിൽ നിന്നും വെള്ളം കുടിച്ചവർക്കും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അശാസ്ത്രീയമായ ഉള്ള ബാത്റൂം നിർമ്മാണവും പ്രവൃത്തിയാണ് ഇത്രയും വലിയ ദുരിതത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അസംബ്ലി സോണിന്റെ ഡിസ്ട്രിക്ട് കമ്മിറ്റി ഇറക്കിയ കത്ത് 2020 ജനുവരി 27 മുതൽ ഫെബ്രുവരി 2 വരെ അടൂർ പന്തൽ വെച്ച് നടന്ന AGOയുടെ ജനറൽ കൺവെൻഷൻ സംബന്ധിച്ച് പലർക്കും ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായതായി റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഈ വിഷയം ചർച്ച ചെയ്യുകയും ചുമതലപ്പെട്ട ആരോഗ്യ വകുപ്പിനെ വിവരം ധരിപ്പിക്കുകയും ചെയ്തു. കൂടാതെ ഇതിന്റെ കാരണത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഹൃദയപൂർവ്വം ഖേദിക്കുന്നു. എല്ലാവരുടെയും സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് വിശ്വാസികളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നടന്ന അഭിപ്രായങ്ങളും അഭിപ്രായ പ്രകടനങ്ങളുമാണ്. ഒരു കൂട്ടർ പറന്തലിൽ നിന്നാണോ ഭക്ഷ്യവിഷബാധ ഏറ്റതെന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് ഭക്ഷ്യവിഷബാധയല്ല, രാഷ്ട്രീയ വിഷബാധയാണെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ഇതിനെ അത് ആരെങ്കിലും പ്രതികരിച്ചാൽ അവർ ഗുണ്ടകളായി അനാത്മീയമായി ചിത്രീകരിക്കപ്പെടുന്നു. എന്താണ് ചെയ്യേണ്ടത്? പ്രതികരിക്കണമോ പ്രതികരിക്കണ്ടയോ? വിശ്വാസികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോര് തുടരുകയാണ്. അപ്പോൾ ആ തിന്മ എന്ന് പറയുന്ന സംഭവം ഇവിടെ വിളയാടുകയും ചെയ്യുന്നു. സഹോദരന്മാരെ, പ്രതികരിച്ചിട്ടും പോരാടിയും കൊണ്ടാണ് ഈ ലോകം തിന്മയിൽ നിന്ന് മുക്തമായത്. നമ്മുടെ കർത്താവും ക്രൂശിൽ മരിച്ചാണ് നമുക്ക് വെളിച്ചം നൽകിയത്. അതുകൊണ്ട് ഗോതമോണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും. ചത്തുവെങ്കിലോ
അനേക ബലം കായ്ക്കും. അതുകൊണ്ട് ഇരുളിനെ എതിർക്കാൻ ഈ ഭൂമിയിൽ മനുഷ്യർ പോരാടിക്കൊണ്ടാണ് ഇരുൾ മാറിയിട്ടുള്ളത്, ദുരാചാരങ്ങൾ മാറിയിട്ടുള്ളത്. അതുകൊണ്ട് തിന്മ എതിർക്കാൻ ആരും പേടിക്കണ്ട എന്നാണ് എന്റെ അഭിപ്രായം. നമുക്ക് വിശ്വാസികളുടെ ചർച്ചയിലെ ഒരു ഭാഗം കേൾക്കാം. അപ്പോൾ ടി ജെ ഷോമോയിലിന് 5 സ്റ്റാർ ഹോട്ടലും വിശ്വാസികൾക്ക് വൈറലാക്കവും. കർത്താവിന് വെറുക്കുമോ? കർത്താവിന് നീതിയാണോ? കർത്താവ് വിധിക്കട്ടെ. ദൈവം എല്ലാം കാണുന്നു. എന്നാൽ തിന്മയ്ക്ക് നേരെ പോരാടുക തന്നെ ചെയ്യണം. അപ്പൊ എല്ലാവർക്കും വിശ്വാസികളുടെ ചർച്ച കേൾക്കാം. ഗോഡ് ബ്ലസ് യു. ഏത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയ്താണെങ്കിലും ഇതിനെയൊക്കെ പറയേണ്ട ഭാഷ വേറെയാണ്. ഇപ്പൊ 3 ദിവസമായി ജോലിക്ക് പോയിട്ട് അനുഭവിക്കുക കിടന്നുണ്ട്. ഇത് ആർക്കെങ്കിലും ഇതിന്റെ വല്ല ഉത്തരവാദിത്തമോ കാര്യങ്ങളോ ഉണ്ടോ? 3 ദിവസം നമ്മളൊക്കെ ജോലിക്ക് പോയെങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബം മുമ്പോട്ട് പോകത്തുള്ളൂ. ഇത് വലിയ വിശ്വാസത്തിൽ പ്രാർത്ഥനയിൽ നമ്മൾ അവിടെ വന്നിട്ട് അനുഭവിക്കാവുന്നതിൻ്റെ പരമാവധി കിടന്ന് അനുഭവിക്കുകയാണ്. പൊടിക്കൊച്ചുങ്ങളെയും കൊണ്ട് ആശുപത്രി തിണ്ണനിരങ്ങുവാണ്. ഇതുവെല്ലാം മേളിയിരിക്കുന്ന ഏതെങ്കിലും നേതൃത്വങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. വേണമെങ്കിൽ ഞങ്ങൾ ഭക്ഷണം പൊതിയിട്ട് ഇവിടെ കൊണ്ടുവന്നതിനായിരുന്നു ഞങ്ങൾക്ക് കഴിക്കാനുള്ളത്. ഇമാതിരി വിളിച്ച് വിഷം തരരുതായിരുന്നു ഒരിക്കലും. ദൈവസ്നേഹം കൂടുതൽ വിളമ്പരുതാരും. അവർക്ക് നമ്മുടെ ദശാംശം മാത്രം മതി. കേട്ടില്ലേ, ഇവിടെ പ്രസംഗിച്ചില്ലേ പുള്ളി? ഇതൊന്നും സൗജന്യമായിട്ട് കിട്ടത്തില്ല, നമ്മൾ ഫീസ് കൊടുക്കണം. അപ്പം നമ്മളിപ്പോൾ ഒരു സർക്കാർ ഓഫീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസിയിലോ പോയൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് ഫീസ് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ ഇവർ നേതൃത്വത്തിലിരിക്കുന്നത് നമ്മുടെ ഫീസ് മേടിക്കാനാണ്. ആ പുള്ളി ഘോരം പ്രസംഗിച്ചു. വിശ്വാസിയുടെ ദശാംശം മുടങ്ങാതെ കൊടുക്കണം. അത് അങ്ങനെ അതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ട് പറയാത്ത പാസ്റ്റർമാരെ പുള്ളി വഴക്കും പറഞ്ഞു. നിങ്ങൾ ശുശ്രൂഷകർ നട്ടലിലൂടെ പറയണം. എല്ലാ ക്ലാസ്സും എടുത്തു. പിന്നെ പുള്ളി പറഞ്ഞ് ഒരു കാര്യം നടന്നെന്ന് തോന്നുന്നു. അവിടെ മുൻമഴ പെയ്യും പിന്മഴ പെയ്യും എന്നൊക്കെ പറഞ്ഞു. ഇപ്പം രണ്ടും ഒരുപോലെ പെയ്യുന്ന ആൾക്കാർക്കൊക്കെ മുമ്പിൽ കൂടെയും പുറകിൽ കൂടെയും പെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളുടെയൊക്കെ വീട്ടിലും സഹോദര പരീക്ഷ എഴുതേണ്ട കുഞ്ഞുങ്ങൾ വരെ ഏതാണ്ട് അനുഭവിച്ചുകൊണ്ട് കിടക്കുന്നു. സ്കൂളിൽ പോകുന്നില്ല. +2 പ്രാക്ടിക്കലിൻ്റെ എക്സാം എഴുതേണ്ട കുഞ്ഞാണ്. ഈ സ്ഥിതിയാണ്. ഇത്ര ആൾ കൂടുന്നൊരു സ്ഥലം. കഴിഞ്ഞ വർഷം കൺവെൻഷൻ കഴിഞ്ഞിട്ട് ആ ഗ്രൗണ്ടിലോട്ട് ആരും പോയിട്ടില്ല. ഈ വർഷം അവിടുത്തെ വെള്ളമൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇത്ര ആൾ കൂടുന്ന ഒരു സാഹചര്യം. അവിടുത്തെ വെള്ളമൊക്കെ പരിശോധിപ്പിച്ച് ഉപയോഗപ്രദമാണെന്നൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്വം ഈ മേളിയിരിക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ സംഘാടകർക്കുണ്ടായിരുന്നു. ഇതൊന്നും അവർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇപ്പോഴും ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഒന്ന് അന്വേഷിക്കാനോ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നൊന്ന് തിരക്കാനോ ഒരു ഖേദം പ്രകടിപ്പിക്കാൻ പോലുള്ള മര്യാദ നേതൃത്വത്തിലുള്ളവർ കാണിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഈ ഗ്രൂപ്പിൽ പാസ്റ്റർമാരൊക്കെ ഒത്തിരി ഉണ്ടെന്നാണ് തോന്നുന്നത്. പ്രസ്ബിറ്റർമാരും കാണും. ദയവ് ചെയ്ത് നിങ്ങളെങ്കിലും, സാധാ വിശ്വാസിക്ക് ഇവരോടൊന്നും പറയാനൊക്കത്തില്ലല്ലോ, അതിനുള്ള അവസരങ്ങളും ഇല്ലല്ലോ. നിങ്ങൾ പ്രസ്ബിറ്ററിയൊക്കെ കൂടുന്ന കാലഘട്ടമില്ലയോ ഇത്? ഏതെങ്കിലും പ്രസ്ബിറ്റർമാരെങ്കിലും ഈ വിഷയങ്ങളൊക്കെ ഒന്ന് ഉന്നയിക്കണം, ഒന്ന് ചോദിക്കണം. നിങ്ങളെ ഏതായാലും പുള്ളി പ്രേരിപ്പിച്ചു കൃത്യമായിട്ട് ഫീസ് മേടിക്കണം, ശമ്പളം മേടിക്കണമെന്നൊക്കെ. അപ്പോൾ തിരിച്ച് വിശ്വാസി ഉണ്ടെങ്കിലേ ഇതൊക്കെ മേടിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ പാസ്റ്റർമാരെങ്കിലും ഒന്ന് പറയണം നേതൃത്വത്തോട്.